മാധ്യമ ലോകത്തെ ജഡ്ജി ആയി അറിയപ്പെടുന്ന ഹാഷ്മി എല്ലാ കാര്യങ്ങളിലും വിധി പറയും. ഇപ്പോൾ ഏറ്റവും അവസാനം വിധി പറഞ്ഞിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അദ്ദേഹം ഒരു അഭിമുഖം തന്നെ അദ്ദേഹവുമായി എടുത്തിരിക്കുന്നു. അതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനമാണ് ഉണ്ടാകുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തെ വെള്ളപൂശാൻ ശ്രമിക്കുന്നു എന്ന ആരോപണങ്ങൾ ഉയർന്നു വരുന്നു. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അത് കണ്ടിട്ടുണ്ടോ? അല്ല, ഈ വെള്ളപൂശൽ എന്ന് പറയുന്നത് മലയാള മാധ്യമങ്ങൾ കഴിഞ്ഞ കുറേ കാലം വേണ്ടി ചെയ്തു വരുന്നൊരു ഒരു പ്രക്രിയയാണ്. അപ്പോൾ അതിൽ ഈ 24 പെട്ടു എന്നുള്ളതാണ് ഖേദകരം. വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി മാധ്യമരംഗത്ത്, പ്രത്യേകിച്ചും വാർത്താ മാധ്യമ രംഗത്ത് വിപ്ലവകര മാറ്റം കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് രംഗത്തിറങ്ങിയവരാണ് ഈ ഹാഷ്മിയെ പോലുള്ള വാക്കുകൾ കൊണ്ട് കടുവറുക്കുന്ന ആളുകളെയൊക്കെ പിടിച്ചിരുത്തി വലിയ തോതിൽ ഇൻട്രോയൊക്കെ കൊടുത്ത് ഒരു അട്രാക്ഷൻ പൊതുവെ ഉണ്ടാക്കിയ ഒരു ചാനലായിരുന്നു 24 ന്യൂസ്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ഈ രാഹുൽ മാങ്കൂട്ടൻ തന്നെ പെർവേർട്ടുമായിട്ട് നടത്തിയ അഭിമുഖത്തോടു കൂടി ഈ ചാനൽ ഇത്രയും അധമമായി പോയല്ലോ, ഇത്രയും ഗതികെട്ട് പോയല്ലോ എന്നാണ് എനിക്ക് ആദ്യം തോന്നിയത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, കേരളത്തിൽ ഒരിക്കലും ഒരു നിയമസഭാ സാമാജികൻ്റെ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത തരത്തിലുള്ള വിക്രിയകളാണ് അയാൾ കാണിച്ചിട്ടുള്ളത്. രണ്ട് പക്ഷമുണ്ട്. ജനങ്ങൾ അയാളുടെ ഭാഗത്തും കുറേ ആളുകളുണ്ട്, എതിർഭാഗത്തുമുണ്ട്. അവർക്ക് അവരുടെ ന്യായങ്ങളുമുണ്ട്. പക്ഷേ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് പ്രബുദ്ധരെന്നും അതുപോലെ തന്നെ സ്ത്രീകളെ വലുതായി അംഗീകരിക്കുക എന്ന ആളുകളാണെന്നും ഒക്കെ ഗീർവാണം മുഴക്കുന്നവരുടെ നാട്ടിലാണ് ഈ പറഞ്ഞതുപോലുള്ള പെൺകുട്ടികളെ ഒന്നും രണ്ടുമല്ല എത്രയോ എണ്ണം എന്നാണ് പറയുന്നത്. അതായത് അയാളുടെ തന്നെ പാർട്ടിയിലെ നേതാക്കളുടെ ഭാര്യമാരെയും അവരുടെ മക്കളെയും വരെ ഈ പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഈ വൈകൃതത്തിന് വിധേയമാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനയാൾ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങൾ നിൽക്കുന്നത്. ഇതൊന്നും എവിടെയും തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ 3-4 കേസുകളുണ്ട്. ഒരെണ്ണത്തിൽ ഇപ്പോൾ ശിക്ഷ കഴിഞ്ഞ് ജാമ്യത്തിൽ ഇറങ്ങിയതേ ഉള്ളൂ. ഈ സാഹചര്യത്തിലാണ് ഇയാൾ വിശുദ്ധനാണ് എന്ന് സ്ഥാപിക്കാനുള്ള ഈ മാധ്യമങ്ങളുടെ ശ്രമം. അല്ല, അതാണ് അവസരം ഒരുക്കി കൊടുക്കുകയാണ്. ഇരയെക്കുറിച്ചും തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച വ്യക്തികളെക്കുറിച്ചും എന്താണ് ആരോപണം ഉന്നയിച്ചത്, അതിൽ തൻ്റെ പങ്ക് എന്താണ്, അങ്ങനെ വിശദീകരിക്കാൻ വേണ്ടി അങ്ങ് തുറന്നു കൊടുക്കുകയാണ്. കാരണം കോൺഗ്രസിന് വേണ്ടി കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം വിടുപണി ചെയ്തു തുടങ്ങി. അതിൻ്റെ മൂർധന്യാവസ്ഥ നിലവിൽ കണ്ടത് പിണറായി വിജയനെതിരെ ഉള്ള ഇവരുടെ ഈ എതിർപ്പ്, അതുപോലെ തന്നെ BJP അധികാരത്തിൽ വരരുന്നുള്ള അവരുടെ അജണ്ടയും, ഇതിൻ്റെ രണ്ടിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസ്സിന് കാരണം വെച്ചാൽ അവരെയാണല്ലോ SDPI അതുപോലെ തന്നെ BFI മുസ്ലിം ലീഗ് പോലുള്ള തീവ്ര മുസ്ലിം സംഘങ്ങൾ പിന്തുണയ്ക്കുന്നത്. അപ്പോൾ അവർ വരേണ്ടത് ഇവരുടെ ഒരു ആവശ്യമാണ്. കാരണം ഫണ്ടിങ് ഒരു പ്രധാന ഘടകമാണ്, പണം വേണം. അപ്പോൾ അതുകൊണ്ട് UDFനെ എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തിക്കുക എന്നുള്ള ഒരു ജോലി ഈ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുക. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വിളിപ്പിച്ചെടുക്കുക. കാരണം ഇത് തിരഞ്ഞെടുപ്പ് എന്ത് ചെയ്യരുത്, ചർച്ച ആവരുത്. ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിന് 10 വോട്ട് നഷ്ടപ്പെടരുത് എന്നുള്ള ഉദ്ദേശവും ഇതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ കാലത്തും ഇരയ്ക്ക് വേണ്ടി നിൽക്കുന്നു എന്നാണ് ഈ ശ്രീകണ്ഠൻ നായർ, ഹാഷ്മി എല്ലാം പറയുന്നത്. പക്ഷേ അതല്ലല്ലോ നാം ഇന്നലെ കണ്ടത്. ശ്രീകണ്ഠൻ നായരുടെയൊക്കെ ഏറ്റവും വലിയ കള്ളനാണ് കേരളം കണ്ട ഈ ദ്വിമുഖനായിട്ടുള്ള, പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന മറ്റൊന്ന് എന്നുള്ള തരത്തിൽ ഉള്ളൊരു മനുഷ്യനാണ് ശ്രീകണ്ഠൻ നായർ. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ നമ്മൾ അതേപടി സ്വീകരിച്ചാൽ നമ്മൾ മണ്ടനാവും എന്നുള്ളതാണ് വാസ്തവം. ഇവർക്കെല്ലാം ഏറ്റവും വലുതായിട്ട് ബിസിനസ് താല്പര്യങ്ങളും രാഷ്ട്രീയ താല്പര്യങ്ങളുമാണ്. അതിന് ഒരു ചാനൽ ഉണ്ടാക്കി വെച്ചിട്ട് ആ ചാനലിൽ കൂടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രക്രിയയാണ് ഇവരെല്ലാം കാലങ്ങളായി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്ത് സാഹചര്യം ഉണ്ടായിട്ടാണ് ഇയാളെ വിളിച്ചിരുത്തി ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ നടത്തിയത്? അയാൾ ഏതെങ്കിലും മേഖലയിൽ വലിയ നേട്ടം കൈവരിച്ച ആളാണോ? അതോ ISROയുടെ ഈ അടുത്ത് പോകുന്ന ഗഗൻയാനിൽ ഇദ്ദേഹത്തെ കയറ്റിവിടാൻ തീരുമാനിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഒന്നിലധികം പെണ്ണ് കേസുകളിൽപ്പെട്ട് ഗർഭാലസിപ്പിച്ച കേസ് 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെ ഉണ്ടെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. എത്ര ഗതിയോടാണെന്ന് നോക്കിയുണ്ട്. കാരണം ഇയാൾക്ക് പ്രായമേ ഒരു പ്രശ്നമില്ല. അത് പെഡോഫിൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം. കാരണം ചെറിയ കുട്ടികളെ വരെ, കുട്ടികൾ മുതൽ ഈ മധ്യവയസ്സ് കഴിഞ്ഞവരെ വരെയുള്ള സ്ത്രീകളെ കാമപൂർത്തിക്കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു വൃത്തികെട്ട മനസ്സുള്ള ഒരു മനുഷ്യനാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് പൊതുവെ കേരളീയ സമൂഹം വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളെ ഈ ചാനൽ ഫോളോവർ വിളിച്ചിരുത്തി അഭിമുഖം നടത്തുകയും അയാൾ പറയുന്നത് കേൾക്കാനുള്ള അവസരം
നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ കൊടുക്കുകയും അതോടുകൂടി അയാളോടുള്ള ഒരു മനോഭാവം മാറ്റിയെടുക്കാനുള്ള ഒരു വൃഥാശ്രമമാണ് നടത്തിയത്. ഇനി ഇതിൽ ഫണ്ടൊന്നും കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല. കാരണം ചിലപ്പോൾ 24 കോടികൾ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടാവാം. കാരണം രാഹുലിനെ പിന്തുണയ്ക്കുന്ന ഗ്യാങ്ങുകൾ വേറെയുണ്ട്. കോൺഗ്രസിനകത്ത് തന്നെ 2 ഭാഗമാണ്. സതീശൻ ഗ്രൂപ്പുകളൊക്കെ ഇയാൾക്കെതിരാണ്. ഈ രാഷ്ട്രീയ നിരീക്ഷകർ അല്ലെങ്കിൽ പാർട്ടി രാഷ്ട്രീയ പ്രവർത്തകർ, പ്രത്യേകിച്ച് BJP നേതാക്കൾ ഈ ഹാഷ്മിയുടെ മുന്നിലെത്തുകയാണെങ്കിൽ സംസാരിക്കാൻ പോലും അനുവദിക്കില്ല. ഇന്നലെ നല്ല മര്യാദ കുട്ടപ്പനായിരുന്ന് കേൾക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം അല്ല, പറയുന്നത്. ഇന്നലെ അതൊരു മോണോലോഗായിരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇയാൾ ഇടപെടാൻ ആഗ്രഹിച്ചില്ല. ഇത് സ്ക്രിപ്റ്റഡാണ്. ഇന്റർവ്യൂ ശരിക്കും സ്ക്രിപ്റ്റഡാണ്. കാരണം അയാളെ പരമാവധി ഡിസ്റ്റർബ് ചെയ്യാതെ അയാൾക്ക് പറയാനുള്ളത് പൂർണ്ണമായും ജനങ്ങളെ കേൾപ്പിക്കുക. അയാൾ കേൾക്കാനല്ല, ജനങ്ങളെ കേൾപ്പിക്കുക എന്നുള്ള എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിച്ച് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു നയമാണ് അതിൽ അദ്ദേഹം സ്വീകരിച്ചത്. ഇത് അജണ്ടയുടെ ഭാഗമാണ്. കൃത്യമായ അജണ്ട അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തത്. ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നാണ് ഇനി നമുക്ക് അറിയേണ്ടത്. ഈ രാഹുൽ ഗാന്ധിയെ നമുക്കറിയാമല്ലോ, ഈ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ച് വഴിനീളെ തെണ്ടി നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ചെയ്യുന്നതും. ഈ ഭരണഘടനയും നിയമവ്യവസ്ഥയും വെല്ലുവിളിക്കുന്ന ഒരു കാഴ്ചയല്ലേ നാം ഇന്നലെ കണ്ടത്? തീർച്ചയായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഭരണഘടനയെ നാഴിക 40 വട്ടം ഈ പറഞ്ഞ പോലെ പൊക്കി കാണിക്കുന്നു, അതിനെ ഉയർത്തിപ്പിടിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു നിയമസഭാ സാമാജികൻ, അതായത് MLA ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഈ പറഞ്ഞ വൃത്തികേടുകളുടെ പേരിൽ പിടിക്കപ്പെടുകയോ അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുകയോ ചെയ്തിട്ട് പോലും ഈ ഇവരുടെ ഒരു ഹൈക്കമാൻഡ് എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടല്ലോ കോൺഗ്രസ് പാർട്ടിയുടെ, രാഹുൽ ഗാന്ധിയിൽ ഒരു വാക്കുപോലും മിണ്ടിട്ടില്ല. പ്രതിപക്ഷ നേതാവ് വി. ഡി. സതീശൻ ഇയാളെ പുറത്താക്കി, പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാളിന് വേണ്ടി പിന്നെയും അയാൾക്ക് വേണ്ടി പ്രചരണം നടത്താനും അയാളെ കൂടെ അടക്കാനും ഇവിടെ കോൺഗ്രസിലെ പ്രവർത്തകരുണ്ട്. എന്നിട്ടും ഹൈക്കമാൻഡ് ഒരു വാക്ക് ഇതിനെ പറഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എല്ലാ പെണ്ണുപിടിയന്മാർക്കും അഴിമതിക്കാർക്കും അതുപോലെ തന്നെ കൊലപാതകങ്ങൾക്കുള്ള ഒരു കൂടാരമാണ് കോൺഗ്രസ് എന്നല്ലേ കൊടുക്കുന്ന സന്ദേശം. അപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തിന് മഹാനാണക്കേടാണ് ഈ കേസ്. കാരണം നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് തലവരുത്തി ഇറക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണ് ഇതുപോലുള്ള ആളുകളെ നമ്മളെന്താണ് ഈ മഹത്വവൽക്കരിക്കൽ കൂടി സംഭവിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ നിലവിലെ സാഹചര്യത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അവിടെ മത്സരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? അങ്ങനെ മത്സരിപ്പിക്കാനായിരിക്കാം നീക്കം. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ ഒരു ചാനലിനെ കൂട്ടുപിടിച്ചിട്ട് പുള്ളി അല്ല മറ്റവരാണ്. ഇതിനിടയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഈ പീഡിപ്പിക്കപ്പെട്ട ഒരു യുവതിയുടെ ശബ്ദരേഖയും സോഷ്യൽ മീഡിയയിൽ ഓടുന്നുണ്ട്. അതിൽ ഇയാൾ ഈ പെൺകുട്ടിയെ തെറി വിളിക്കുന്നുണ്ട്, പച്ച തെറി വിളിക്കുകയാണ്, ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എത്രയോ റെക്കോർഡുകളുണ്ട്. എന്നിട്ട് അയാൾ ഇന്നലെ വെല്ലുവിളിക്കുകയാണ്, എനിക്ക് അത്തരം ചാറ്റുകൾ പുറത്തു വിടട്ടെ എന്നാണ് പറയുന്നത്. എന്നിട്ടാണ് കേരളത്തിലെ പിള്ളേർ ഈ പറഞ്ഞ വഴിതെറ്റി പോകാൻ. കാരണം ഇന്നലെ കേട്ട ഒരു സാമ്പിൾ അനുസരിച്ചിട്ടാണെങ്കിൽ കേരളത്തിലെ കുട്ടികൾ വഴിതെറ്റി വേറൊന്നും വേണ്ട, ഇവൻ്റെ സംസാരം മാത്രം കേട്ടാൽ മതി. അത്രയ്ക്ക് അധമമായിട്ടാണ് ഈ സ്ത്രീകളോട് ഇവൻ പെരുമാറുന്നത്. എങ്ങനെ പെരുമാറുന്നത്? ഒന്നുകിൽ അവരെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അവർ ഗർഭിണിയാക്കിയതിന് ശേഷം അവർ ഇങ്ങോട്ട് സംസാരിക്കുമ്പോഴാണ് ഈ വൃത്തികെട്ട സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ പറഞ്ഞ പോലെ എന്താണ് ഒരു മനോരോഗി എന്ന് പറയേണ്ടി വരും. അങ്ങനെയുള്ള ഒരു മനോരോഗിയാണ് ഈ പറഞ്ഞതുപോലെ സ്റ്റുഡിയോ ഫ്ലോറിൽ വിളിച്ചിരുത്തി ഈ പറഞ്ഞ സംസാരം നടത്തിയത്. അതിനെനിക്ക് തോന്നുന്നത് പ്രധാനമായിട്ടും തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നു, അയാൾക്ക് ഈ പറഞ്ഞ പോലെ വീണ്ടും പാലക്കാട് മത്സരിക്കാനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസിനുള്ളൊരു ചീത്തപ്പേര് എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം. ഈ ഒരു വെപ്രാളമാണ് ഇന്നലെ. രാഹുൽ മാങ്കൂട്ടം MLA ആണ് പാലക്കാട്ടില്. അതെ, തീർച്ചയായിട്ടും. അതാണ് പറഞ്ഞത് കോൺഗ്രസിന് നടപടിയെ സ്വീകരിച്ചത്. എന്തുകൊണ്ട് ഇവർ മറ്റ് രാഷ്ട്രീയ പാർട്ടിയോടൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ, നിങ്ങൾ ഈ പറഞ്ഞ ജനാധിപത്യത്തിൽ ഇങ്ങനെയാണോ പെരുമാറേണ്ടതെന്ന് ചോദിക്കുമല്ലോ. ഇതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? രാഹുലിനെതിരെ നടപടിയെടുക്കാനുള്ള ധൈര്യം കോൺഗ്രസിനില്ല. എങ്കിൽ കോൺഗ്രസ് കേരളത്തിൽ രണ്ടാവും. കാര്യം ഇയാളെ പോലുള്ള സ്വഭാവ ഏകൃതമുള്ളവന്മാരുടെ ഒരു നിര കോൺഗ്രസിലെ ചെറുപ്പക്കാർക്കിടയിലുണ്ട്, യൂത്ത് കോൺഗ്രസിലെ മേലുണ്ട്. യുവന്മാർ പണങ്ങും, അവർ പലതിൽ പാരവയ്ക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഊത്തന്മാരും അതുപോലെ തന്നെ ഈ മൂപ്പിലാന്മാരും എന്നുള്ള രീതിയിൽ 2 തരം കോൺഗ്രസ്സാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ മൂപ്പിലാന്മാരെ ഒതുക്കുക എന്നുള്ളതാണ് ഊത്തന്മാരുടെ ലക്ഷ്യം. അപ്പോൾ അതിന് ഈ പറഞ്ഞതുപോലുള്ള ഈ രാഹുലിനെ ഒരു വിഷയമാക്കി അവർക്ക് ആഞ്ഞടിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇത് മനസ്സിലാക്കിയിട്ടാണ് ചെന്നിത്തലയും വി. ഡി. സതീശനൊക്കെ MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്ന് നിർബന്ധിക്കാതിരിക്കുന്നത്. അത് ആ പാർട്ടിയുടെ ഗതികേടിനെയാണ് സൂചിപ്പിക്കുന്നത്. കേരളത്തിൻ്റെ ഗതി ഇതുപോലുള്ള തന്നെ MLA ആയിട്ട് ചുമക്കേണ്ടത് നമ്മുടെ മലയാളികളുടെയും ബാധ്യതയും നാണക്കേടുമായി മാറിയിരിക്കുന്നതാണ് ഈ വിഷയത്തെ കൂടി മനസ്സിലാക്കേണ്ടത്. ഒപ്പം മലയാള മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് വാർത്താ ചാനലുകൾ ഇത്തരത്തിലുള്ള വൃത്തികെട്ടന്മാരല്ല എക്സ്പോസ് ചെയ്യേണ്ടത്. അത് മറിച്ച് ഈ പറഞ്ഞതുപോലെ സത്യസന്ധമായിട്ടുള്ള ഇരകൾക്ക് വേണ്ടി നിൽക്കുന്നതിന് പകരം വേട്ടക്കാരൻ്റെ പിന്നാലെ പായുകയാണ് മാധ്യമങ്ങൾ. അത് ശരിയായ രീതിയല്ല എന്നാണ് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.